ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുടക്കക്കാർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പട തോരനാണ്. ഇതിനായിട്ട് ആദ്യം നമ്മൾ പാൻ വെക്കുക. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പപ്പടം വറുത്ത് കോരാം കേട്ടോ. പപ്പടം ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വേവിച്ച് ചെയ്തിട്ട് വേണേ കോരാനായിട്ട്. ഇതിൽ നമ്മൾ ഏകദേശം ഒരു 7-8 പപ്പടത്തോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പപ്പടം എല്ലാം നമ്മൾ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. ഇതിനായിട്ട് ഇനി അടുത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനൊരു പിടി തേങ്ങ മതിയാവും. ആ തേങ്ങയിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളുപ്പ്, കുറച്ചുപ്പ് മതി കേട്ടോ. അരപ്പിനാവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് മതി. നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമിയെടുക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പൊട്ടി വരുമ്പോൾ ഉള്ളി അല്ലെങ്കിൽ സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കണം. ആ ഒരു തേങ്ങയുടെയൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അതൊന്നും ഡ്രൈ ആവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടങ്ങൾ നമ്മളൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നല്ല പൊടിയാവരുത്, ജസ്റ്റ് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിയണ വരെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ വച്ചേക്കുന്ന അരപ്പിലേക്ക് ഈ പപ്പടമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഈ ഒരു പപ്പടത്തോടെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമുക്ക് കമൻ്റായിട്ട് ഇടണേ. നമ്മുടെ സിമ്പിളായിട്ടുള്ള പപ്പടത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇനിയും തുടർന്ന് കാണുക. എല്ലാവർക്കും താങ്ക് യു.